നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്ത് നിന്ന് വളരെ വേദനപ്പെടുത്തുന്ന ഒരു വാർത്ത പുറത്തു വരുന്നു. അതായത് ഒരു അപകടം, നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലൊരു അപകടം. ഉംറയ്ക്ക് പോയ ഒരു കുടുംബത്തിൽ വലിയ രീതിയിലുള്ള ദുരന്തം സംഭവിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത. സൗദി അറേബ്യയിൽ ഉണ്ടായിട്ടുള്ള വാഹനാപകടത്തിൽ ഖത്തറിൽ നിന്നും റോഡ് മാർഗം ഉംറ നിർവഹിക്കാനെത്തിയിട്ടുള്ള മലയാളി കുടുംബത്തിലെ 2 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് വിവരം. മലപ്പുറം കുറ്റിപ്പുറം രാങ്ങാട്ടൂർ നടുവട്ടം തെക്കേ പീടിക്കൽ വീട്ടിൽ അബ്ദുൽ ലത്തീഫ എന്ന് പറയുന്ന ആൾ, ഭാര്യ രഹന, മൂത്ത മകൾ ഡോക്ടർ നഹ്ല നർമിൻ എന്നിവരാണ് മരണപ്പെട്ടത്. ഞായറാഴ്ച രാത്രി 8 മണിയോടെ ത്വാഇഫിൽ നിന്നും റിയാദിലേക്കുള്ള എക്സ്പ്രസ് ഹൈവേയിൽ ഏകദേശം 200 കിലോമീറ്റർ അകലെയുള്ള ധലം എന്ന സ്ഥലത്തെത്തിയപ്പോഴാണ് വാഹനാപകടം ഉണ്ടായത്. ഉംറ കർമ്മങ്ങൾ പൂർത്തിയാക്കി ഖത്തറിലേക്ക് മടങ്ങുന്നതിനിടയിലായിരുന്നു കുടുംബത്തിൽ ഇത്തരമൊരു അപകടം സംഭവിച്ചത്. വാഹനത്തിലുണ്ടായിരുന്ന അബ്ദുൽ ലത്തീഫ്, ഇവരുടെ മറ്റ് 2 പെൺമക്കൾ, 2 പേരക്കുട്ടി എന്നിവർ പരിക്കുകളുടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. റോഡിലൂടെ പറന്നു വന്ന ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് പെട്ടെന്ന് കാറിന്റെ മുൻവശത്തെ ഗ്ലാസിൽ വന്ന് പതിയുകയും ഇതോടെ ഡ്രൈവർക്ക് കാഴ്ച പൂർണ്ണമായും മറിഞ്ഞ് നിയന്ത്രണം നഷ്ടപ്പെട്ട് കാർ റോഡിൽ പലതവണ മറിഞ്ഞു വീഴുകയുമായിരുന്നു എന്നാണ് വിവരം. ദീർഘകാലമായി ഖത്തറിൽ പ്രവാസിയായ അബ്ദുൽ ലത്തീഫ് ഖത്തർ പെട്രോ കെമിക്കൽ കമ്പനിയിൽ ഉദ്യോഗസ്ഥനായി ജോലി ചെയ്യുകയായിരുന്നു. അപകടത്തിൽ മരിച്ച രഹന ഉമർകുട്ടി, മഹറുനിസ കുമ്മത്ത് എന്നീ ദമ്പതികളുടെ മക്കളാണ്. നിലവിൽ മൃതദേഹങ്ങൾ ദലം സെൻട്രൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നതായാണ് വിവരം. നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹങ്ങൾ സൗദി അറേബ്യയിൽ തന്നെ ഖബറടക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. അതേസമയം ഇതൊരു ഉംറ കാലമാണ്. വലിയ ജനസംഖ്യ ഉണ്ടാകുന്ന, ജനപ്പെരുപ്പം ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ജനങ്ങളുടെ തിരക്കുണ്ടാകുന്ന ഒരു സമയം കൂടെയാണ് ഇപ്പോൾ എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇതിനിടയിൽ കാലാവസ്ഥയുടെ അവസ്ഥകളും കാര്യങ്ങളും ഒക്കെ കൂടുതൽ ജാഗ്രത പുലർത്തണം. കാരണം ഈ ഒരു ഷീറ്റ് വന്ന് കാറിന് മുൻവശത്തേക്ക് വന്നു എന്ന് പറയുമ്പോൾ തന്നെ വ്യക്തമാണ് ശക്തമായ കാറ്റ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ആ ഒരു കാറ്റ് മുഖാന്തരമാണ് ഇത്തരം ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. കാലാവസ്ഥ റിപ്പോർട്ട് പ്രകാരം ഖത്തറിൽ ഇന്ന് മുതൽ ശക്തമായ വടക്കു കിഴക്കൻ കാറ്റ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് ഖത്തർ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. ആഴ്ചയുടെ അവസാനം വരെ ഈ കാലാവസ്ഥ തുടരുമെന്നും കരയിലും കടലിലും ജാഗ്രത പാലിക്കണമെന്നുമാണ് അധികൃതർ നിർദ്ദേശം നൽകുന്നത്. കാറിന്റെ ശക്തി വർദ്ധിക്കുന്നതിനനുസരിച്ച് ചില പ്രദേശങ്ങളിൽ പൊടിക്കാറ്റിനും കാഴ്ച ഗണ്യമായി കയറുന്നതിനും സാധ്യതയുണ്ടെന്ന് വിലയിരുത്തൽ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മണിക്കൂറിൽ 18 മുതൽ 28 നോട്ട്സ് വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. ചിലയിടങ്ങളിൽ കാറ്റിന്റെ വേഗം ഇതിലും കൂടുതലാകാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മരുഭൂമി പ്രദേശങ്ങളിലും തുറസായ സ്ഥലങ്ങളിലുമാണ് പൊടിക്കാറ്റിന്റെ ആഘാതം കൂടുതൽ അനുഭവപ്പെടുക. ഇതുമൂലം വാഹനം ഓടിക്കുന്നവർക്ക് കാഴ്ച പരിമിതി കുറയ്ക്കാൻ സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രതയോടെ യാത്ര ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹൈവേകളിലൂടെയും മരുഭൂമി റോഡുകളിലൂടെയും യാത്ര ചെയ്യുന്നവർ വാഹനത്തിന്റെ വേഗം നിയന്ത്രിക്കണമെന്നും മുന്നിലുള്ള വാഹനങ്ങളുമായി സുരക്ഷിതമായ അകലം പാലിക്കണമെന്നുമാണ് അധികൃതർ ആവശ്യപ്പെടുന്നത്. ശക്തമായ കാറ്റ് കാരണം റോഡുകളിൽ പൊടിപടലങ്ങൾ ഉയരാൻ സാധ്യതയുള്ളതിനാൽ അപ്രതീക്ഷിത സാഹചര്യങ്ങൾ നേരിടാൻ തയ്യാറായിരിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവരും അലർജി പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരും അനാവശ്യമായി പുറത്തു പോകുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിച്ചു. പുറത്തിറങ്ങേണ്ട സാഹചര്യമുണ്ടെങ്കിൽ മാസ്ക് ധരിക്കുകയും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുകയും ചെയ്യുക. കുട്ടികൾ, പ്രായമായവർ, ആസ്മ ഉള്ളവർ, രോഗമുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കണം എന്നും അധികൃതർ ഓർമ്മിപ്പിക്കുന്നു. ശക്തമായ കാറ്റിന്റെ സ്വാധീനം കടലിലും പ്രകടമാണെന്നാണ് മുന്നറിയിപ്പ്. തീരപ്രദേശങ്ങളിലും തുറസായ കടൽ മേഖലകളിലും തിരമാലകൾ ഉയരാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും ചെറു ബോട്ടുകളും വിനോദ ബോട്ടുകളും യാത്ര ചെയ്യുന്നവരും ജാഗ്രത പാലിക്കുക. ചില സമയങ്ങളിൽ കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ അനാവശ്യമായ സമുദ്രയാത്രകൾ ഒഴിവാക്കുന്നത് സുരക്ഷിതമാണെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഗൾഫ് മേഖലയിലെ വേനൽക്കാലത്ത് പതിവായി അനുഭവപ്പെടുന്ന ഷമാൽ കാറ്റിന്റെ ഭാഗമായാണ് ഈ കാലാവസ്ഥ മാറ്റമെന്നും വിദഗ്ധർ വ്യക്തമാക്കുന്നു. വടക്കു പടിഞ്ഞാറൻ ദിശയിൽ നിന്ന് വീശുന്ന ഈ ശക്തമായ വരണ്ട കാറ്റ് ഖത്തർ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങൾക്ക് പൊടിക്കാറ്റിൽ നിന്നും ദൂരക്കാഴ്ച കുറയുന്നതിന് കാരണമാകാറുണ്ട്. ചില ദിവസങ്ങളിൽ അന്തരീക്ഷത്തിലെ പൊടിയുടെ അളവ് വർദ്ധിക്കുന്നതിനാൽ വായുവിൽ ഗുണനിലവാരത്തെയും ഇത് ബാധിച്ചേക്കാം. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ തുടർച്ചയായി ശ്രദ്ധിക്കണമെന്നും ഔദ്യോഗിക ഏജൻസി
ഏജൻസികൾ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും ഖത്തർ കാലാവസ്ഥാ വകുപ്പ് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. സാഹചര്യങ്ങളെക്കുറിച്ച് പുതിയ കാലാവസ്ഥ അപ്ഡേറ്റുകൾ പുറത്തറിയിക്കുമെന്നുമാണ് അധികൃതർ നൽകുന്ന സൂചന.